ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുള്ളത് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ ബീച്ചിലോട്ട് വന്നേക്കാം കേട്ടോ. നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്ന പാടി ഞങ്ങളിത് ഈ ഒരു കടൽ റോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ബീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ കടൽ റോസ്റ്റ് ആയാലും പാനിപ്പൂരി ആയാലും എന്ത് സാധനങ്ങളായാലും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ കയറിയിട്ടത് ഈ ഒരു കടൽ റോസ്റ്റ് കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ചോളമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കടൽ റോസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടൽ റോസ്റ്റ് വലിയ ടേസ്റ്റ് ഒന്നും പറയാനില്ലെങ്കിലും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പാനിപ്പൂരി സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. അപ്പം ഒരു പാനിപ്പൂരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിൽ 6 കേട്ടോ, 7 കേട്ടോ. അങ്ങനെ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റിയും കളർഫുള്ളും ആയിട്ടുള്ള ഈ ഒരു പാനിപ്പൂരി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതേ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയർ ആയിട്ട് നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ കടൽ റോസ്റ്റ് കഴിച്ചതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് കുറവുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്ന് ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് സോസൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാർ കൂടി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ച സാധനം ഈ ഒരു ബട്ടർ ഗുൽക്കണ്ടയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബട്ടർ ഗുൽക്കണ്ട. അപ്പം നമ്മുടെ റോബസ്റ്റ പരവും റോസിൻ്റെ പെറ്റൽസും ഒക്കെ ഇട്ടുണ്ടാക്കി ഈ ഒരു സാധനം സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മീൻ, ഇത് നമുക്ക് പൊരിച്ച് കഴിക്കാനുള്ള മീനല്ല, നമ്മുടെ എന്തുവാ നമുക്ക് ഗ്ലാസ്സിലിട്ട് വെച്ചേക്കുന്ന എന്തോ ഒരു മീൻ, ഓരോരോ മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ ഗോൾഡൻ ഫിഷൊക്കെ കണക്ക് നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കാൻ പറ്റിയ നല്ല മീനുകളുടെ ഒരു കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഓരോരോ മീനുകളാണ് കേട്ടോ, നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ചത് ലൗലോലിക്കയാണ് കേട്ടോ. ലൗലോലിക്കയും അതേപോലെ തന്നെ ലൗലോലിക്കയും പിന്നെ മാങ്ങയും അങ്ങനെ കുറേ ഐറ്റംസ് ഉപ്പിലിട്ടതിനകത്തുനിന്ന് നെല്ലിക്കയും മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് കിടത്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ചായ മേടിച്ചു കേട്ടോ. നല്ല ചൂട് ചായ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ച് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു എല്ലാവരും കൂടെ കേട്ടോ. അപ്പോഴത്തേക്ക് ആൾ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ പടക്കമൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പടക്കവും അതേപോലെ തന്നെ ഓരോരോ പരിപാടികളില്ലായിരുന്നു കൊല്ലം ബീച്ചിൽ, വലിയ തിരക്കും. അതേപോലെ തന്നെ തങ്കശ്ശേരിയിലൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ കൊല്ലം ബീച്ചിനേക്കാളും. പക്ഷേങ്കിൽ നമ്മൾ തങ്കശ്ശേരിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കൊല്ലത്ത് തന്നെ ആയിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരോ കാഴ്ചകൾ ഇത്രയുണ്ട്.